ദി ഓപ്പൺ മൈക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു നടന്റെ ജീവിതത്തിലെ വളരെ നിർണായകമായൊരു ഘട്ടത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതെ, നടനും നിർമ്മാതാവുമായ മണിയൻ പിള്ള രാജുവിന് ക്യാൻസർ വന്നതും ആ ഒരു വെല്ലുവിളിയെ അദ്ദേഹം എങ്ങനെ നേരിട്ടു എന്നതിനെക്കുറിച്ചും. നമ്മുടെ കയ്യിലുള്ളത് അദ്ദേഹത്തിന്റെ ഒരു അഭിമുഖമാണ്. അതിനെ അടിസ്ഥാനമാക്കി നമുക്ക് ഈ വിഷയത്തിലേക്ക് കുറച്ചുകൂടി ആഴത്തിൽ പോകാം, അല്ലേ? തീർച്ചയായും. അദ്ദേഹത്തിന്റെ ആ യാത്ര, ആ അനുഭവങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പേർക്ക് പ്രചോദനമായേക്കാം. അപ്പോ ആദ്യം തന്നെ ആ രോഗനിർണയം അതറിഞ്ഞ നിമിഷം അദ്ദേഹം പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം. തകർന്നുപോയി എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു വാർത്ത കേൾക്കുമ്പോൾ സ്വാഭാവികമായും ആരും ഒന്ന് പകച്ചുപോകുമല്ലോ. ആ ഒരു മാനസികാവസ്ഥയിൽ അദ്ദേഹം ആദ്യം വിളിക്കുന്നത് ഉറ്റ സുഹൃത്തായ മമ്മൂട്ടിയാണ്. അതെ, ആ സംഭാഷണം വളരെ പ്രധാനപ്പെട്ടതാണ്. മമ്മൂട്ടിയുടെ ആ വാക്കുകൾ, എടാ നീ ഫൈറ്റ് ചെയ്ത് തിരിച്ചു വരണം, അതൊരു വെറും ആശ്വാസവാക്കായിരുന്നില്ല, അല്ലേ? അതൊരു ലക്ഷ്യം കൊടുക്കുന്നത് പോലെയായി. ശരിയാണ്, മുന്നോട്ടു പോകാനൊരു ഊർജം. അതോടൊപ്പം മറ്റൊന്നും കൂടി പറഞ്ഞു, നമ്മളാരും 200 കൊല്ലം ജീവിക്കാനൊന്നും വന്നതല്ല, പക്ഷേ നീ ആരോഗ്യവാനായി തിരിച്ചു വരണം. യാഥാർത്ഥ്യബോധത്തോടെയുള്ള ഒരു സമീപനം. അതെ, വെറുതെ പുകഴ്ത്തുകയല്ല, യാഥാർത്ഥ്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ധൈര്യം കൊടുക്കുകയാണ്. പിന്നീട് സുഹൃത്തുക്കളുടെ പിന്തുണയെക്കുറിച്ച് പറയുമ്പോൾ മമ്മൂട്ടിയെ മോഹൻലാലും ഒക്കെ വീട്ടിൽ വന്ന് കണ്ട കാര്യം അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. അതും അവരുടെ തിരക്കുകൾക്കിടയിൽ അത് അദ്ദേഹത്തിന് നൽകിയ ഒരു ബലം. എനിക്ക് ഞാനൊരാളാണെന്ന് തോന്നി എന്ന് അദ്ദേഹം പറയുമ്പോൾ അത് വ്യക്തമാണ്. ആ സമയത്ത് പക്ഷേ എല്ലാവർക്കും വരാൻ പറ്റിയിരുന്നില്ല. പ്രതിരോധശേഷി കുറവായതുകൊണ്ട്. അതെ, വളരെ അടുത്ത കുറച്ചു പേർക്ക് മാത്രം. ഗണേഷ് കുമാർ, രഞ്ജിത്ത്, അച്ഛൻകുഞ്ഞ്, അങ്ങനെയുള്ളവർ. അവരുടെ സാമീപ്യം ഒരു സമാധാനം നൽകി എന്ന് പറയുന്നു. ഒരു ചെറിയ വിശ്വസ്ത വലയത്തിന്റെ പ്രാധാന്യം അവിടെ കാണാം. തീർച്ചയായും. എന്നാൽ എല്ലാ അനുഭവങ്ങളും അത്ര സുഖകരമായിരുന്നില്ല. ചില വേദനിപ്പിക്കുന്ന ചോദ്യങ്ങളും നേരിടേണ്ടി വന്നു, അല്ലേ? അതെ, മരിച്ചുപോയെന്ന് കേട്ടല്ലോ, ശരിയാണോ എന്ന് ചോദിച്ചൊരു ഫോൺ കോൾ വന്ന കാര്യം ഓർക്കുമ്പോൾ തന്നെ എന്തൊരു വിഷമാണത്. ശരിക്കും ക്രൂരമായി പോയി. അതുപോലെ ആ കല്യാണ വീട്ടിലെ സംഭവം. ഷുഗറല്ലേ, വല്ലാതെ ക്ഷീണിച്ചു പോയല്ലോ എന്ന് ചോദിച്ച ആളോട് കൊടുത്ത മറുപടി അതെന്തായിരുന്നു? ഷുഗറല്ല, അതിലും വലുതാണ്, ക്യാൻസറാണ്. അതിനെ തോൽപ്പിച്ച് ഞാൻ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ആ ഒരു ധൈര്യം, അത് ശരിക്കും ഒരു സ്റ്റേറ്റ്മെന്റാണ്. ആ രോഗത്തെ നേരിടുന്നതിലുള്ള ആത്മവിശ്വാസം. അതെ. പിന്നെ ആശുപത്രിയിലെ അനുഭവങ്ങൾ, അവിടുത്തെ നഴ്സുമാരുടെ സ്നേഹം, അവരുടെ പ്രാർത്ഥന. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ കിട്ടുന്നൊരാശ്വാസം ചെറുതല്ല. ചികിത്സയ്ക്കിടയിലും പുള്ളിയുടെ ആ സ്വതസിദ്ധമായ കുസൃതിയൊന്നും വിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അത് നല്ലതാണ്, ആ ഒരു മനോഭാവം നിലനിർത്തുന്നത്. പക്ഷെ ശാരീരികമായ മാറ്റങ്ങള് വലുതായിരുന്നു. അതെ, 16 കിലോ ഭാരം കുറഞ്ഞു. എരിവുള്ളതൊന്നും കഴിക്കാൻ പറ്റുന്നില്ല. ഭാര്യ ഒരു കുട്ടിയെപ്പോലെ ഭക്ഷണം കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ ആ അവസ്ഥ നമുക്ക് ഊഹിക്കാം. ഭക്ഷണത്തോടുള്ള വാശിയൊക്കെ അതോടെ മാറി. ഇപ്പോ പ്രധാനം ആരോഗ്യം വീണ്ടെടുക്കുക എന്നതാണെന്ന് അദ്ദേഹം പറയുന്നു. അതിനുവേണ്ടി ജിമ്മിലൊക്കെ പോകുന്നുണ്ട്. ആരോഗ്യമാണ് സമ്പത്ത് എന്ന് തിരിച്ചറിവ്. ഈ പോരാട്ടത്തിൽ അദ്ദേഹത്തിന് പ്രചോദനമായ മറ്റൊരാള് ഇന്നസെന്റ് ആണ്. അതെ, ഇന്നസെന്റിന്റെ ആ പോസിറ്റീവ് സമീപനം. പിന്നെ ക്യാൻസർ വാർഡിലെ ചിരി എന്ന പുസ്തകം. ആ പുസ്തകം ഒരുപാട് പേർക്ക് ധൈര്യം കൊടുത്തിട്ടുണ്ട്. അത് സ്കൂൾ പാഠ്യപദ്ധതിയുടെ ഭാഗം പോലുമായി. ശരിയാണ്. ഇന്നസെന്റ് മരിച്ചത് ക്യാൻസർ കൊണ്ടല്ല, ന്യൂമോണിയ ബാധിച്ചാണെന്ന കാര്യം ഓർക്കണം. ഇത് ക്യാൻസറിനെ കുറിച്ചുള്ള അനാവശ്യ ഭയം കുറയ്ക്കാൻ സഹായിക്കും. അതായത് ക്യാൻസർ വന്നാൽ ജീവിതം തീർന്നു എന്ന ചിന്തയുടെ ആവശ്യമില്ല. തീർച്ചയായും. രാജു അതാണ് പറയുന്നത്. ക്യാൻസറിനെ ഇപ്പോൾ അത്ര ഭയക്കേണ്ടതില്ല, നല്ല ചികിത്സയുണ്ട്. എന്റെ ജീവിതം കഴിഞ്ഞു എന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ വീണ്ടും അഭിനയിക്കും, നിർമ്മിക്കും. ആ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്നുണ്ട്. അതെ, ആത്മവിശ്വാസം, മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാട്. ഇത് കേൾക്കുന്ന നിങ്ങളിൽ പലരും ഒരുപക്ഷെ ജീവിതത്തിൽ എന്തെങ്കിലും വെല്ലുവിളികൾ നേരിടുന്നവരായിരിക്കാം. ഓർക്കുക, ഓരോ രോഗനിർണയവും ഓരോ പ്രതിസന്ധിയും ജീവിതത്തിന്റെ ഒരധ്യായം മാത്രമാണ്. അതൊരിക്കലും അവസാനമല്ല. ജീവിതത്തിൽ ശ്രദ്ധിക്കുക, ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുക. വിശ്വസിക്കാൻ കൊള്ളാവുന്ന കുറച്ചുപേർ മതിയാവും ചിലപ്പോൾ നമുക്ക് ധൈര്യം തരാൻ. നമ്മുടെ സമാധാനം നമ്മൾ തന്നെ കണ്ടെത്തണം, സംരക്ഷിക്കണം. ഇന്നസെന്റിനെ പോലെ, രാജുവിനെ പോലെ ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുണ്ട്. വൈദ്യശാസ്ത്രം ഒരുപാട് മുന്നോട്ടു പോയി. അതെ, അതുകൊണ്ട് മുന്നോട്ട് തന്നെ പോവുക, സ്വപ്നങ്ങൾ കാണുക, അത് പിന്തുടരുക. നിങ്ങൾ കരുതുന്നതിനേക്കാൾ ശക്തരാണ് നിങ്ങൾ ഓരോരുത്തരും. ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ട് മാത്രം പോരാടി ജയിച്ചവരൊരുപാടുണ്ട്. ശരിക്കും
മണിയൻപിള്ള രാജുവിന്റെ ഈ അനുഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പ്രതിസന്ധികളിൽ പ്രത്യാശ കൈവിടാതിരിക്കാനും സ്നേഹബന്ധങ്ങളുടെ സൗഹൃദങ്ങളുടെയൊക്കെ വില തിരിച്ചറിയാനുമാണ്. നിങ്ങളുടെ ചിന്തകളും അതുപോലെ നിങ്ങളെ പ്രചോദിപ്പിച്ച, നിങ്ങൾ അതിജീവിച്ച കഥകളും ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എഴുതാം. ഞങ്ങളുടെ ഇമെയിൽ വിലാസം theopenmicpodcasts@gmail.com എന്നാണ്. അടുത്ത വിഷയവുമായി വീണ്ടും കാണാം.